ഡൽഹിയിൽ രാജ്യസഭാ എംപിമാർ താമസിക്കുന്ന ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിൽ തീപിടുത്തം. 9 നില കെട്ടിടത്തിന്റെ 3 നില പൂർണ്ണമായും കത്തി. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറും കത്തിനശിച്ചിട്ടുണ്ട്. സാകേത് ഗോഖലെ എംപിയാണ് തീപിടിച്ച വിവരം എക്സിലൂടെ അറിയിച്ചത്. സമഗ്രമായ അന്വേഷണം വേണമെന്ന് ജബി മേത്തർ എംപി ആവശ്യപ്പെട്ടു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് ബ്രഹ്മപുത്ര ഫ്ളാറ്റിന്റെ ഈ ആദ്യം കാണുന്ന ഈ ഭാഗത്തേക്ക് തീപിടുത്തം ഉണ്ടാകുന്നത്. പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ ഗോഡൌണിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടാകുന്നത്. ഇങ്ങനെ തീപിടുത്തമുണ്ടായി 3 നിലയിലേക്കാണ് തീ പടർന്നത്. എന്തായാലും 1 മണിയോട് കൂടി ഉണ്ടാകുന്ന തീപിടുത്തം ഏകദേശം 1:20 കൂടിയാണ് ഇവിടെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയെന്നാണ് സാകേത് ഗോഖലെ എംപി അടക്കം ഒരു വിമർശനം ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹമാണ് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ ഈ ഒരു വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഈ ഒരു 9 നില കെട്ടിടത്തിൽ തീ പടർന്നിരിക്കുകയാണ്. എന്തായാലും തീ ഇപ്പോൾ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളി ആൽബിൻ നമ്മളൊപ്പം ചേരുകയാണ്. എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? ഏകദേശം 1 മണി 1:30 കൂടിയാണ് നമ്മൾ ഈ ഒരു ബഹളം കേൾക്കി. ഞാൻ 6ാമത്തെ ഫ്ലോറിലായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നതായിരുന്നു. അത് ആ ഒരു താഴത്തെ ഒരു ബഹളവും കാണാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ഒരു വലിയൊരു പുകയാണ് കാണാൻ പറ്റുന്നത്. പെട്ടെന്ന് നമ്മൾ ലിഫ്റ്റ് പോലും ഉപയോഗിക്കുന്ന നമ്മളെല്ലാം സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചാടി വന്ന് ഇറങ്ങുമ്പോഴാണ് ഇതൊരു തീജ്വാലായിട്ട് നിൽക്കുമായിരുന്നു. കാരണം വർഷങ്ങളോളം ഈ സ്ഥലം ഈ പറയുന്ന പോലെ ഫർണിച്ചറും മറ്റ് കർട്ടനും വേസ്റ്റ് ആയി സാധനം എല്ലാം ഇട്ടൊരു ഡംപായിട്ട് ഇവർ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ഒരു ഈ പറഞ്ഞ ഉത്തരേന്ത്യയിൽ ദീപാവലിയാണ് ഏതെങ്കിലും കുട്ടികളൊരു പടക്കം പൊടിച്ചാണ് ആ ഒരു സ്പാർക്ക് മതിയായിരുന്നു ഈ ഒരു തീജ്വാലായിട്ട് മാറാനുള്ള ഏറ്റവും വലിയ കാരണം. പക്ഷേ അരമണിക്കൂറോളം ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നിട്ട് പോലും ഒരു 20-25 മിനിറ്റോളം എടുത്തു ഒരു ഫയർഫോഴ്സിന് ഇവിടെ എത്താനും. ഇത്രയും വലിയ സംവിധാനം ഉണ്ടായിട്ട് ഈ പറയുന്ന പോലെ ഇത്രയും എംപിമാരുടെ ഫ്ലാറ്റുകളിൽ ചുറ്റും നിൽക്കുകയാണ്. ഇവിടെ ഫയർഫോഴ്സിന് എത്താൻ പോലും 20-25 അരമണിക്കൂറോളം എടുത്തതിൻ്റെ പേരിലാണ് ഇത്രയും കത്തി നശിക്കാനുള്ള കാരണം വന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സംസാരിച്ച ആൽബിന്റെ വാഹനമാണ്. അദ്ദേഹം എത്തിയ വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായിട്ടും കത്തിയിരിക്കുകയാണ്. അതായത് ഇവിടെ വാഹനം നിർത്തി പോയതിനു ശേഷം ഈ തീപിടുത്തം ഉണ്ടായപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്. അതെ, പിന്നെ ഇങ്ങോട്ട് വരാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോഴത്തേക്കിന് ഭയങ്കര, കാരണം ഈ ഏരിയയിലേക്ക് ആർക്കും വരാൻ പറ്റില്ല. അത്രയും തീജ്വാലായിട്ട് ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇത്രയും വലിയ കർട്ടനും സോഫയും കത്തിപ്പടരുമ്പോൾ ഒരിക്കലും വണ്ടി മാറ്റാൻ അതിനുവേണ്ടി നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. വലിയൊരു സംഭവമാണ് ഡൽഹിയെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എംപിമാർ താമസിക്കുന്ന അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഈ പ്രദേശത്തിന് ഒരു സംഭവം ഉണ്ടായതിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ബെന്നി ബെഹനാൻ എംപിയുടെ സ്റ്റാഫ് നമ്മളൊപ്പം ചേരുകയാണ്. ശരൺചേട്ടാ, എപ്പോഴായിരുന്നു ഒരു സംഭവം ഉണ്ടായത്? ഇതൊരു 1 മണി അടുത്താ. നമ്മുടെ ജബി മേത്തർ എംപിയുടെ കുക്ക് ഇവിടെ താമസിക്കുന്ന. അപ്പോൾ അവർ പെട്ടെന്ന് രാവിലെ നമ്മൾ വിളിച്ചപ്പോൾ നമ്മളറിയുന്നത് വലിയ ആശങ്കയായിരുന്നു. കാരണം നമ്മൾ കത്തി എന്ന് പറയുമ്പോൾ തന്നെ എംപി ഫ്ലാറ്റും എല്ലാവരും അവർ ഫാമിലിയായിട്ട് താമസിക്കുന്ന കുട്ടികളടക്കമുള്ളവരാണ്. ഓടിയെത്തിയപ്പോൾ തന്നെ തീ നല്ല രീതിയിൽ പടർന്നു. 3 നിലയിലേക്ക് പടർന്നു. 3 നിലയിൽ പടർന്നു. അപ്പോൾ തന്നെ ഇപ്പം നിലവിലെ സ്ഥിതി ഞാനിപ്പോൾ അവരെ സ്റ്റാഫ് ക്വാർട്ടറിന് ഉള്ളിൽ കയറി നോക്കിയിരുന്നു. സ്റ്റാഫ് ക്വാർട്ടറിലും അത്യാവശ്യം കത്തിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളെല്ലാം അവർ മെയിൻ കാര്യങ്ങളെല്ലാം കുറേ സാധനം കത്തിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ കുറച്ച് അധികം എനിക്ക് ഫസ്റ്റ് ഫ്ലോറിനെക്കാട്ടും കൂടുതൽ സെക്കൻഡ് ഫ്ലോറിൽ കത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് യൂണിറ്റ് ഇത്ര അടുത്താണ്. ഇവിടെ 500 മീറ്ററുമായി ഫയർഫോഴ്സ് യൂണിറ്റാണ്. അപ്പോൾ അവർ എത്താൻ വൈകിയതും ഒരു കാരണം തന്നെയാണ്. കാരണം വിളിച്ചറിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് പോലും ഇവിടെ എത്താൻ വേണ്ട. പക്ഷെ അതുമല്ല, ഈ കുട്ടികൾ ഇപ്പോൾ പടക്കം പൊട്ടിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടല്ലോ. രാവിലെ മുതൽ മൊത്തം പടക്കം പൊട്ടിക്കുന്ന ഒച്ചയും കാര്യങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുന്ന് പടക്കം പൊട്ടിച്ചപ്പം ഈ സോഫ ഏരിയയിലേക്ക് കത്തിപ്പിടിച്ച് അങ്ങനെ പടർന്നായിരിക്കണം.